പ്രവർത്തനങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ടോ? ഇപ്പോ ചില പ്രഖ്യാപനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അവരുടെ ചരിത്രം അറിയാവുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? അത് കൃത്യമായി നടക്കുമെന്ന് തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ CPIM-ന്റെ ജനകീയ അടിത്തറ കൂടുതൽ കൂടുതൽ വിപുലമാവുകയാണ്. CPIM-നെയാണ് ഏറ്റവും വലിയ RSS നേരത്തെ തന്നെ അവരുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ അത് ഒന്ന് മുസ്ലിമും മറ്റൊന്ന് ക്രിസ്ത്യാനിയും മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകാരും. ഇതാണ് RSSന്റെ തലതൊട്ടപ്പനായിരുന്ന ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും പ്രധാന ശത്രുവായി കാണുന്നു. ഇവര് സ്വീകരിക്കുന്ന വർഗീയ നിലപാട് കാരണം രാജ്യത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗം, അതിൽ പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും. മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും അതുകൊണ്ട് തന്നെ അവർ വലിയ ശത്രുക്കളായി കാണും. CPIM-നെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് എന്തുകൊണ്ടാണ്? അത് ഇവരുടെ വർഗീയ നിലപാടിനോട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കും. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്തരമൊരു നിലപാട് മാത്രമേ സ്വീകരിക്കാനാവൂ. ഈ നിലപാട് RSSന് എവിടുന്ന് കിട്ടിയതാ?
RSS കടമേടിച്ചതാണ് ആ നിലപാട്. വേറൊരു കൂട്ടര് നേരത്തെ സ്വീകരിച്ച നിലപാടിൻ്റെ തുടർച്ചയാണിത്. ആ നിലപാട് നേരത്തെ സ്വീകരിച്ചവർ മറ്റാരുമല്ല, ഹിറ്റ്ലറും നാസികളുമായിരുന്നു. ഹിറ്റ്ലറുടെ സിദ്ധാന്തം അവിടെ ജർമ്മനിയിൽ യഹൂദരാണ് അവിടുത്തെ ന്യൂനപക്ഷം. അതേപോലെ തന്നെ ബോൾഷെവിക്കുകളുമാണ് ആഭ്യന്തര ശത്രുക്കളെന്നാണ്. ആ ആഭ്യന്തര ശത്രുക്കളെ നിഷ്കാസനം ചെയ്യാൻ ഹിറ്റ്ലറുടെ നാസിപ്പട സ്വീകരിച്ച നിലപാടുണ്ട്. നമ്മുടെ ലോക ചരിത്രത്തിലെ അതിക്രൂരമായ സംഭവങ്ങൾ സാധാരണഗതിയിൽ ഓർക്കാൻ കഴിയാത്ത, ഇപ്പോഴും കേൾക്കുമ്പോൾ വല്ലാത്ത അവസ്ഥയുണ്ടാക്കുന്ന ഒരുപാട് ക്രൂര സംഭവങ്ങൾ മനുഷ്യനായി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയത്. കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. അവരിൽ നിന്നാണ് ഈ രീതി RSS സ്വായത്തമാക്കിയത്. ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കാൻ ജർമ്മനി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ സ്വീകരിച്ച അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് RSS നേരത്തെ കണ്ടെത്തിയത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ വർഗീയ കലാപങ്ങൾക്ക് RSS നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ വർഗീയ കലാപങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടത് മുസ്ലിം വിഭാഗമാണ് എന്നതും വസ്തുതയാണ്. എന്നാൽ ക്രിസ്ത്യാനിയെയും വെറുതെ വിട്ടില്ല. ഗ്രഹാസ്റ്റേനെയും മക്കളെയും ചുട്ടുകൊന്നുപോലുള്ള സംഭവങ്ങൾ, ഒരുപാട് ക്രൂരമായ വേട്ടകൾ ഈ അടുത്ത കാലത്തടക്കം സ്കൂളിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഇതിവിടെ നാം കാണേണ്ട ഒരു വസ്തുത, ഇത്തരം ആക്രമണങ്ങൾ അത് തെറ്റാണെന്ന് അവരുടെ കൂട്ടത്തിൽ ആരും കാണുന്നില്ല. സംഘപരിവാറിൽപ്പെട്ട ആരായാലും, സാധാരണ സംഘിയായാലും കേന്ദ്ര ഭരണാധികാരികളായാലും എല്ലാവരും ഒരേ വികാരത്തിലാണ്. അതാവശ്യമാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ മുസ്ലിങ്ങൾ പൊതുസ്ഥലത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സാധാരണഗതിയിൽ ആരാധനാലയം നിർമ്മിക്കാനുള്ള അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ കൂട്ടായി പ്രാർത്ഥിക്കാൻ പൊതുസ്ഥലം അവരുപയോഗിക്കുന്നു. ഇപ്പോൾ പ്രത്യേക ഉത്തരവിലൂടെ BJP സർക്കാർ അത് നിരോധിച്ചിരിക്കുകയാണ്. ഒരുപാട് ആക്രമണ സംഭവങ്ങൾ പലയിടത്തായി ഉണ്ടാകുന്നു. ഇത് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വർഗീയ സംഘർഷമുണ്ടാക്കി. ആ വർഗീയതയിലൂടെ തങ്ങൾക്ക് വളരാനാകും എന്ന സംഘപരിവാറിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ്
ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. രാജ്യവ്യാപകമായി ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉയർന്നു വരുന്നു. അതിൽ നിന്ന് വ്യത്യാസമായി നിൽക്കുന്നത് ഇപ്പോൾ കേരളം മാത്രമാണ്. കേരളത്തിലെ RSSO സംഘപരിവാറോ ആഗ്രഹിക്കും വിധത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത്. RSSന് മതനിരപേക്ഷതയോട് തെല്ലും ബഹുമാനമില്ല. മതനിരപേക്ഷതയെക്കുറിച്ച് അവർ പറയാറുള്ളത് തന്നെ കപട മതനിരപേക്ഷത എന്നാണ്. അവർ കാണുന്നത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം ഈ രാജ്യമെന്നാണ്. അതിനാദ്യം വേണ്ടത് മതനിരപേക്ഷത ഉറപ്പു നൽകുന്ന ഭരണഘടന ഇല്ലാതാവണം. ആ ഭരണഘടന ഉയർത്തുന്ന മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളാകെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാതിരിക്കണം. ഇപ്പോൾ ഭരണഘടനയ്ക്കെതിരെയും ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെയുമുള്ള നീക്കങ്ങളും നടപടികളുമാണ് RSSന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇതും പെട്ടെന്നുണ്ടായൊന്നല്ല. നേരത്തെ തന്നെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങൾക്ക് എതിരായിരുന്നു RSS. RSSന്റെ എല്ലാ നിലപാടുകളും നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്കെതിരായിരുന്നു. അതോടൊപ്പം രാജ്യത്തെ സ്വതന്ത്രമാക്കുക, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക, ആ ചിന്തയിൽ RSS ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വലിയ വിവാദം രാജ്യത്ത് നടക്കുന്നില്ലേ സവർക്കറെക്കുറിച്ച്. സവർക്കറാണ് ധീര സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വരുത്താനാണ് സംഘപരിവാറും BJP ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ആരാണ് സവർക്കർ? സവർക്കറാണ് അന്തമാൻ ജയിലിൽ വെച്ച് മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്നത്. അത് ജയിലിനകത്ത് പെട്ടുപോയതുകൊണ്ട് കാണിച്ചൊരു ദൗർബല്യം മാത്രമല്ല, RSSന്റെ നിലപാടിൻ്റെ ഭാഗമാണത്. ആ കാലത്ത് ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ RSSന്റെ നേതാക്കൾ വൈസ്രോയിയെ പോയി കണ്ടു. വൈസ്രോയിയോട് അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല, നമുക്കിവിടെ ഒത്തുപോകാവുന്നതാണ്. ഇതായിരുന്നു RSS. അപ്പോൾ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഒരു പങ്കും വഹിക്കാത്തൊരു വിഭാഗം, അവര് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുകയാണ്. അവരുടെ കയ്യിലാണ് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. അവരുടെ കയ്യിലാണ് അത് എല്ലാവരും വേറെ പ്രസംഗമില്ല. അതാണ് അവരുടെ കയ്യിലാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. അവരുടെ കയ്യിലാണ് ഭരണഘടന ഉയർത്തുന്ന മൂല്യങ്ങളാകെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. അങ്ങനെ വരുമ്പോൾ അവരുടെ നടപടികൾ എന്തിനെയൊക്കെയാണോ സംരക്ഷിക്കേണ്ടത്
അതിനെയൊക്കെ തകർക്കുക എന്താണ്? ഇവിടെയാണ് രാജ്യം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ആ ഉണർന്ന് പ്രവർത്തിക്കുന്നതിൽ ഓരോ വിഭാഗവും നമ്മുടെ രാജ്യത്ത് ശരിയായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്നതും പരിശോധിച്ച് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് വിശദമായി പരിശോധിക്കാനാവില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ, തമ്മിലടിപ്പിക്കാൻ പലതരത്തിലുള്ള ഇടപെടലുകൾ സംഘപരിവാറിൻ്റെ ഭാഗത്തുണ്ടായി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ മേലെ ആളുകളെ കൊല്ലുന്നിടം വരെ എത്തി. ചില ഭക്ഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മേലെയുള്ള വർഗീയ സംഘർഷങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കി. ആ പ്രശ്നത്തിൽ അത് സംഘപരിവാറിൻ്റെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള അജണ്ടയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണോ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന എല്ലാവരിൽ നിന്നും ഉണ്ടായത്? മറ്റു കാര്യങ്ങൾ പോകട്ടെ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളടക്കം ഈ പറയുന്ന പ്രശ്നത്തിൽ സംഘപരിവാർ ഉയർത്തിയ മുദ്രാവാക്യത്തോടൊപ്പമാണ് നിന്നത്. അതിൻ്റെ കൂടെയാണ് അവർ ചരിച്ചത്. അതിനു വേണ്ടിയാണ് അവർ നിലകൊണ്ടത്. അവർക്ക് അതിനെ അങ്ങനെ എതിർക്കാൻ തോന്നിയില്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഉദാഹരണങ്ങളിലേക്കും ഇപ്പം ഞാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ ഘട്ടത്തിൽ മതനിരപേക്ഷത തകർക്കാനും വർഗീയത വളർത്താനുമുള്ള നീക്കങ്ങൾ സംഘപരിവാറിൽ നിന്നുണ്ടായോ ആ ഘട്ടങ്ങളിലെല്ലാം മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിന്ന് വർഗീയ നീക്കങ്ങളെ എതിർക്കുന്ന സമീപനമല്ല കോൺഗ്രസിൽ നിന്നുണ്ടായത് എന്ന് ഓരോ സംഭവം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. ആ ഘട്ടത്തിലെല്ലാം അവര് സമരസപ്പെടാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ വർഗീയതയുമായി സമരസപ്പെടുക എവിടെ എത്തിയപ്പോൾ? കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് ഏറ്റവും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ആളുകൾ നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ വന്നിരിക്കും. നിരവധി പേര് എംപിമാരായവർ, MLA-മാരായവർ, കോൺഗ്രസിൻ്റെ പ്രാമാണികരായ നേതാക്കന്മാരായവർ, അവരെല്ലാം ഇപ്പോൾ BJP-യുടെ വിവിധ സ്ഥാനങ്ങളിൽ MLA, MP, കമ്മിറ്റി അംഗം, മന്ത്രിമാർ, അങ്ങനെ പലതരത്തിലുള്ള നേതാക്കളായി മാറിയിരിക്കും. ഇനിയും ആളുകൾ പോകാൻ തയ്യാറെടുക്കും. എങ്ങനെ? വിശ്വാസത്തിലെടുക്കും. ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവുന്നുണ്ടോ? ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് വേണ്ടത് നയമാണല്ലോ. കൃത്യമായ നയത്തോടെ കാര്യങ്ങളെ സമീപിക്കാനാവണമല്ലോ. ഇപ്പോൾ BJP ഉയർത്തുന്ന സാമ്പത്തിക നയമുണ്ട്. BJP ഉയർത്തുന്ന സാമ്പത്തിക നയവും കോൺഗ്രസ് ഉയർത്തുന്ന സാമ്പത്തിക നയവും തമ്മിൽ എന്താണ് വ്യത്യാസം? ആഗോളവൽക്കരണ നയം ആദ്യം കൊണ്ടുവന്നു കോൺഗ്രസ്. അതിൻ്റെ ഭാഗമായി ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും എല്ലാം കോൺഗ്രസ് ഇവിടെ നടപ്പാക്കി. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം കെടുതികൾ ഇപ്പോൾ നമ്മുടെ രാജ്യം അനുഭവിക്കുന്നു അതിനെല്ലാം തുടക്കം കുറിച്ചത് കോൺഗ്രസ്. ഇപ്പോൾ അതിനേക്കാളെല്ലാം തീവ്രമായ തോതിൽ മോദിയുടെ സർക്കാർ നടപ്പാക്കുന്നു. ഇപ്പോഴെങ്കിലും അതിനെ എതിർക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും ഞങ്ങൾ അന്ന് ചെയ്തു പോയത് തെറ്റായി എന്ന് പറയുന്നുണ്ടോ? ഇത് ശരിയല്ല എന്ന നിലപാട് അവർക്ക് എടുക്കാനാവുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും ഞങ്ങൾ ഇനി ആ നയമല്ല ജനപക്ഷത്തുള്ള നയമാണ് എന്ന് പറയാൻ തയ്യാറാകുന്നുണ്ടോ? അതൊരു ഭാഗം. വർഗീയത എതിർക്കുന്ന കാര്യത്തിൽ വർഗീയതയുമായി സമരസപ്പെട്ടു പോവുകയാണ്. അപ്പൊ എങ്ങനെ അത്തരമൊരു
പാർട്ടിയെ ആളുകൾ വിശ്വാസത്തിലെടുക്കും. ഇവിടെ ഈ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ സ്വീകരിക്കുന്ന സമീപനം മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കുന്ന സമീപനം, നമ്മുടെ സംസ്ഥാനത്തെ UDF സാധാരണഗതിയിൽ കോൺഗ്രസ് ആണല്ലോ വലിയ പാർട്ടി, കോൺഗ്രസ് ആണോ ലീഗാണോ എന്ന തർക്കം അവർ തമ്മിൽ സ്വകാര്യമായിട്ടുണ്ട്. ഇപ്പോൾ അത്തരം ഒരു സ്ഥിതി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അവകാശപ്പെടുന്ന UDF നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം ആരോഗ്യകരമായതാണോ? ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു ഘട്ടമല്ല ഇത്. അതുകൊണ്ട് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ നാട് കൂടുതൽ മെച്ചപ്പെടണ്ടേ? കൂടുതൽ നല്ല രീതിയിൽ പോകണ്ടേ? നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിക്കണ്ടേ? നമ്മളിപ്പോൾ പഴയങ്ങാടിയിലേക്ക് വരുന്ന വഴി, പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ആ കടവിൻ്റെ അടുത്ത് ഒരുപാട് സമയം നിന്ന്, എന്നിട്ട് അവിടുത്തെ തോണി കയറി അക്കരെ പോയി, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ബസ്സിൽ കയറി പോകണം. ഇപ്പോൾ നേരെ നമുക്ക് ആ പാലം വന്നുകൊണ്ട് പോകാൻ കഴിയുന്നു. അവിടുത്തെ റെയിൽവേ ഗേറ്റിൻ്റെ ആ തടസ്സം ഇപ്പോൾ നീങ്ങി വന്നിരിക്കുന്നു. ഇത് ഓരോ കാലത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് നാടിന് വരുന്ന മാറ്റമല്ലേ? ഇത് ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയ കാര്യം മാത്രമല്ല, ചെറിയ മാറ്റങ്ങളിൽ നിന്നും കൂടെയാണല്ലോ വലിയ മാറ്റങ്ങളിലേക്ക് എത്തുക. ആ മാറ്റം നമ്മുടെ നാടിന് വേണ്ടേ? നമ്മളെപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കേണ്ടവരാണോ? ആ ചിന്ത UDFനുണ്ടോ? UDF എന്താ കാണുന്നത്? ഇവിടെ LDF ആണുള്ളത്, അതുകൊണ്ട് ഒന്നും നടക്കാൻ പാടില്ല. LDF ഉള്ള കാലത്ത് ഒന്നും നടക്കാൻ പാടില്ല എന്നൊരു നിലയെടുത്താൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ സ്ഥിതി എന്താകുമായിരുന്നു? കഴിഞ്ഞ 5 വർഷക്കാലം ഇതേ നിലയാണല്ലോ അവരെടുത്തത്. അതിനെ തകർക്കാനാണല്ലോ ശ്രമിച്ചത്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കാനാണല്ലോ ശ്രമിച്ചത്. നമുക്കൊരു പ്രയാസമുണ്ട്. ആ പ്രയാസം നമ്മുടെ സംസ്ഥാനം മറ്റെല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ടു നിൽക്കുന്നതാണ്. വലിയ ഉയർന്ന സാംസ്കാരിക ബോധം, ഉന്നതമായ ജീവിത നിലവാരം, അത് സമ്പത്തിൻ്റെ ഭാഗമായിട്ടല്ല, നമ്മുടെ ഒരു സാംസ്കാരിക തനിമയുടെ ഭാഗമായി നാം എല്ലാം കൂടി വളർത്തിയെടുത്തൊരു ജീവിത നിലവാര സ്ഥിതിയുണ്ട്. നമ്മുടെ പാവപ്പെട്ടവർ പോലും സ്വീകരിക്കുന്ന ഒരു പൊതു രീതികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പൊതുവായ അന്തരീക്ഷം വന്നിട്ടുള്ളത്. നമ്മുടെ സാക്ഷരതയുടെ കാര്യം, അതും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. നേരത്തെ മുതലേ തുടക്കം കുറിച്ചു. 57 ഗവൺമെൻറ് വന്നപ്പോൾ സാർവത്രിക വിദ്യാഭ്യാസ നടപടികൾ തുടങ്ങി. അതിൻ്റെ എല്ലാം മാറ്റമല്ലേ ഈ കാണുന്നത്? എല്ലാവർക്കും, ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ വളരാനുള്ള അവസരം, പഠിക്കാനുള്ള അവസരം ഈ സംസ്ഥാനത്ത് ഒരുക്കാനായല്ലോ. അതിൻ്റെ ഭാഗമല്ലേ ഈ മാറ്റങ്ങളൊക്കെ? ആ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് കൊണ്ട് ഇനി മാറ്റങ്ങളൊന്നും വേണ്ടെന്നാണോ? ഇപ്പൊ കഴിഞ്ഞ 5 വർഷക്കാലം ഒരൊറ്റ ഉദാഹരണമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും, പക്ഷേ ആ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗം നാം സ്വീകരിച്ച നടപടികൾ, ഇന്ന് കേരളം എവിടെയാണ് നിൽക്കുന്നത്? രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ്. പൊതുവിദ്യാഭ്യാസ നിലവാരത്തെ അളക്കുമ്പോൾ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2ാം സ്ഥാനക്കാർ വളരെ താഴെയാണ്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. അതിന് തുടർച്ച വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ തുടർച്ചയുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കുന്നു. ഇപ്പോ കോവിഡിന്റെ ഭാഗമായി ലോകത്താകെ വല്ലാത്ത അന്തരീക്ഷം വന്നു. വല്ലാത്ത അന്തരീക്ഷം വന്നാൽ എന്താ വന്ന അന്തരീക്ഷം? എന്താ നമ്മൾ കേട്ടില്ലേ? വലിയ സമ്പത്തുള്ള വികസിത രാഷ്ട്രങ്ങളെന്ന് അഭിമാനിക്കുന്ന
അതാണ് സ്വർഗമെന്ന് കണക്കാക്കി അവിടെ പോയി താമസിച്ച മലയാളികളടക്കം ഉണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? കോവിഡ് വന്നപ്പോ അവസാനം വെന്റിലേറ്ററിലാണല്ലോ വരിക. ഒരു ഘട്ടം വെന്റിലേറ്ററിൽ കിടക്കുന്നയാള് എണ്ണങ്ങ് കൂടി. അപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കേണ്ട ആൾ ചെല്ലുകയാണ്, വെന്റിലേറ്റർ ഇല്ല. ഈ പുതിയ ആളെ കിടത്തണമെങ്കിൽ വേറെ വെന്റിലേറ്റർ ഇല്ല, എവിടെയും ഇല്ല. പിന്നെ കിടത്തണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആ വെന്റിലേറ്ററിൽ ഉള്ള ആളുടെ ബന്ധം വിച്ഛേദിക്കണം. ഒരു ഡോക്ടർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം. പക്ഷേ വലിയ വികസിത രാഷ്ട്രങ്ങളാണെന്ന് പറയുന്ന അത്തരം രാജ്യങ്ങൾ അത് ചെയ്തു. മനസ്സാക്ഷിക്ക് നിരക്കാതെ കൈ ഉറച്ചുകൊണ്ട് ആ ഡോക്ടർക്ക് അത് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഈ നാട് വലിയ സമ്പൽ സമൃദ്ധമൊന്നുമില്ല, പക്ഷെ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായോ? നമ്മുടെ ശേഷിക്കപ്പുറം കാര്യങ്ങൾ പോയോ? അതാണ് വ്യത്യാസം. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ വ്യത്യാസം അത് തന്നെയാണ്. ഇത് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. അതിന്റെ ഭാഗമായി ജനങ്ങൾ പറഞ്ഞു, നിങ്ങളെ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. എല്ലാവരും പറഞ്ഞു. ആ വിശ്വാസം തകർക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടന്നു. എന്തെല്ലാം ശ്രമങ്ങൾ, ഏതെല്ലാം നടപടികൾ. പക്ഷേ ജനങ്ങളൊന്നും മുഖവിലക്കെടുത്തില്ല. കാരണം അവരുടെ അനുഭവമാണ്. അവർക്ക് ഞങ്ങളെ വിശ്വാസമായിരുന്നു, ഞങ്ങൾക്ക് അവരെയും വിശ്വാസമായിരുന്നു. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം മനസ്സിലാക്കാൻ UDF പറ്റിയില്ല. UDFും BJPയും ഇവിടെ ഒന്നായി നിന്നു. UDFും BJPയും മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ശക്തികളും അതിൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ നാടിനെതിരായ എല്ലാ ശക്തികളും ഒന്നായി ചേർന്നു. കേന്ദ്ര ഏജൻസികളെ വരുത്തി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തെ അങ്ങ് അമ്മാനമാടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എന്തിനെ ശങ്കിക്കാനുണ്ട്? ആർക്ക് ശങ്കിക്കാനുണ്ട്? ആരാ വരുന്നവരെല്ലാം വന്ന് കയറട്ടെ എന്ന നിലയല്ലേ നമ്മൾ സ്വീകരിച്ചത്? എന്ത് ചെയ്യാൻ കഴിഞ്ഞു അവർക്ക്? പക്ഷെ ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ 2ാം ഊഴം LDFന് തന്നപ്പോ ഇവര് UDF അതിനെപ്പറ്റി കണക്കൂട്ടാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതില് LDFിൽ അർപ്പിച്ച വിശ്വാസം, നയപരമായി ഒട്ടേറെ കാര്യങ്ങൾ LDF സ്വീകരിച്ചുള്ള നിലപാട്, അതെല്ലാം പ്രധാന കാരണമായിരുന്നു. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ഓരോ ആളുടെയും ഓരോ കുടുംബത്തിൻ്റെയും അനുഭവത്തിലുള്ളതായിരുന്നു. അത് വെച്ചാണ് ഇത്തരമൊരു നിലപാടിലേക്ക് ജനങ്ങൾ നീങ്ങിയത്. അത് മനസ്സിലാക്കിയ UDFും BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു കാര്യം ആദ്യമേ തിരിച്ചറിഞ്ഞു. ഇവരെ നേരിടാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രം ആലോചിച്ചാൽ പോരാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ ഇപ്പോൾ മുതലേ നാം യോജിച്ചു നിൽക്കണം. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാക്കിയ ആ ധാരണ ഇപ്പോഴും തുടരുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്?
നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതിനെയൊക്കെ അട്ടിമറിക്കണം, അതിനൊക്കെ എതിരായ നിലപാട് സ്വീകരിക്കണം, നാട്ടിൽ അതിനെതിരായി വികാരമുണ്ടാക്കാൻ നോക്കണം. കേന്ദ്ര സർക്കാരിനെ ബി.ജെ.പിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിനെതിരായി നടപടികൾ എടുക്കുന്നിടത്ത് എത്തിക്കണം. ഇതെല്ലാം നടക്കുകയാണിപ്പോൾ. ഒരുപാട് അനുഭവങ്ങൾ ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചിലതില് ചില പദ്ധതികളുമായി കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യുമ്പോൾ ആദ്യഘട്ടം വലിയ അനുകൂലം, ഏറ്റവും നല്ല പദ്ധതി, എല്ലാ സഹായവും വാഗ്ദത്തം ചെയ്യുന്നു, നല്ല രീതിയിൽ പിരിയുന്നു. രണ്ടാം ഘട്ടം തുടർ ചർച്ചയ്ക്ക് ചെല്ലുന്നു. അയ്യോ, ഈ പദ്ധതിയെ സഹായിക്കാനാവില്ല, ഇത് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ്, നഷ്ടം ആര് വഹിക്കും? അപ്പൊ നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനം എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മറുപടി ആയില്ലേ? പക്ഷെ അവിടെയും നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള തടസ്സവാദങ്ങൾ അത് കേവലമായ സാങ്കേതിക രൂപത്തിൽ മാത്രം വരുന്നതല്ല. നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിലാകെ ഒടക്ക് സൃഷ്ടിക്കുക. അതിൻ്റെ കൂടെയാണ് ഇവിടെ UDF നിൽക്കുന്നത്. ഇതില് കോൺഗ്രസും ലീഗും BJPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒരു ചരടിൽ കോർത്ത പോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ നാടിന്റെ വികസനം വേണ്ടേ? LDF കാലത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ LDFന്റെ കാലം നിങ്ങൾ നിശ്ചയിക്കുന്നതാണോ? 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളിൽ ചിലർ ആശ്വാസം കൊണ്ടത്, ഓ 5 വർഷം പോട്ടെ, 5 വർഷം വേഗം തീരും. തീർന്നോ? നിങ്ങൾ തീരുമാനിക്കുന്നതല്ലത്, ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. ആ ജനങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അതിന്റെ അർത്ഥം ജനങ്ങൾ നിങ്ങളെ അനുകൂലിക്കില്ല എന്ന് തന്നെയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തടയിടാനാണ് നോക്കുന്നത്. ഇപ്പോ ഒരു പദ്ധതി നമ്മൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നു തിരുവനന്തപുരത്തേക്ക്. ഇവിടുന്ന് വൈകുന്നേരം കയറിയാൽ രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്നു. ഇതാണല്ലോ നമ്മുടെ ഏകദേശം ഒരു യാത്രാസമയം. ഈ യാത്രാസമയം നമുക്ക് 4 മണിക്കൂറാക്കി ചുരുക്കാൻ പറ്റുന്നു. അതാണ് റെയിൽ പദ്ധതി, അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി. ഭയങ്കര സ്പീഡല്ല, എന്നാൽ നല്ല സ്പീഡിലോടും. എന്തെല്ലാം ന്യായങ്ങളാണ് അതിന് വന്നത്? ന്യായങ്ങൾ വന്നത്
നമ്മുടെ ഈ പാതയിൽ തന്നെ ഓടിച്ചാൽ പോരെ എന്നാണ്. അത് സാധാരണ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. ഈ പാതയിൽ ഓടിച്ചാൽ ആ തീവണ്ടിക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സമയത്തിന് പരിധിയുണ്ട്. ഇപ്പോ രാജധാനി എക്സ്പ്രസ് നമ്മുടെ കേരളത്തിൽ ഓടുന്നത് ചെറിയ സ്പീഡിലാണ്. കേരളം വിട്ടാൽ വലിയ സ്പീഡിൽ അത് പോവുകയാണ്. എന്തേ കാരണം? അതിന് ശേഷി ഈ പാതക്ക് വേണം. ഈ പാതക്ക് ഇനി ആ ശേഷി ഉണ്ടാക്കാനാവില്ല. ശേഷി ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ പുതിയ പാത വേണം. പുതിയ പാത റെയിലിനോടനുബന്ധമായിട്ട് തന്നെ വേണം എന്നുള്ളത് ശരിയാണ്. കാസർഗോഡ് മുതൽ തിരൂര് വരെ ഏറെക്കുറെ സമാന്തരമായിട്ട് തന്നെ പോകും. അതിന് പ്രശ്നമില്ല. ഇപ്പോൾ ഉള്ള റെയിലിന് തൊട്ട് തന്നെ പോകും. എന്നാൽ തിരൂർ കഴിഞ്ഞാൽ വലിയ പ്രതിബന്ധങ്ങളുണ്ട്. പട്ടണങ്ങൾ, അവിടെയുള്ള കൂറ്റൻ കെട്ടിടങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പിന്നെ ഒരുപാട് വളവുകൾ, ഇതെല്ലാം തടസ്സമായി വരികയാണ്. അപ്പോൾ കാസർഗോഡ് മുതൽ തിരൂര് വരെ ഇപ്പോഴുള്ള റെയിലിന് സമാന്തരമായും തിരൂര് മുതൽ തിരുവനന്തപുരം വരെ അല്പം അകന്ന് ഒരു റൂട്ടും, ഇതാണ് ഈ കെ റെയിലിന്റെ റൂട്ടായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടുണ്ടാകാനുള്ള ഇടയുള്ള ഗുണമെന്താണ്? വലിയ മാറ്റം നമ്മുടെ നാടിൽ സംഭവിക്കും. ഇതെല്ലാം നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേഗം യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഭാഗമായി വരുന്ന വികസനമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ എത്രയാ സമയം എടുക്കേണ്ടി വരുന്നത്? ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരാൾ കോഴിക്കോട് നിന്ന് എന്നെ കാണാൻ വന്നു. ഞാൻ നാട്ടിൽ വീട്ടിലുള്ളപ്പോഴാണ്. അപ്പം അയാൾ പറഞ്ഞ സമയം വളരെ നേരത്തെയാണ്. പക്ഷെ അയാൾ എത്തിയത് 3-4 മണിക്കൂർ വൈകിട്ടാണ്. ഞാൻ പറഞ്ഞു, ഇതെന്താ നിങ്ങൾ ഇത്ര വൈകിപ്പോയത്? ഇപ്പോൾ പറയാണ് 3 മണിക്കൂറാണ് ആ വടകരക്ക് ആ പാലത്ത് കിടക്കേണ്ടി വന്നത്, ഈ ബ്ലോക്ക് കൊണ്ട്. ഇതാണ് ഇപ്പോഴും നമ്മുടെ നാട്. എത്ര മണിക്കൂറുകളാണ് ആളുകൾ കിടക്കുന്നത്? അതിന്റെ വികസനം വേറൊരു വഴിക്ക് വരുന്നത്. നാഷണൽ ഹൈവേയുടെ വികസനം, അതിന് തടസ്സം ഉണ്ടായിരുന്നില്ലേ? ആ വികസനം വന്നുകൊണ്ട് മാത്രം പൂർണ്ണമായോ? ഇപ്പൊ നമ്മുടെ റോഡിലുള്ള ചരക്ക് വാഹനങ്ങളുടെ തിരക്ക്, ഈ പറയുന്ന അർദ്ധ അതിവേഗ റെയിൽപാത വന്നാൽ ഒരു 100-500 ട്രക്കുകൾക്ക് ആ പാത തന്നെ ഉപയോഗിക്കാൻ കഴിയും ഈ ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി. വലിയ മാറ്റം ആ രംഗത്ത് ഉണ്ടാക്കും. ചുരുക്കത്തിൽ എന്തിനാണ് നിങ്ങൾ നാട്ടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങളിവിടെ കാസർഗോഡ് മുതൽ തിരൂര് വരെ നമ്മുടെ റെയിലിന് സമാന്തരമായി പാത വരുമ്പോൾ മുരളീധരൻ പറഞ്ഞ രീതിയിലുള്ള കല്ല് പിഴുതെറിയുന്നത് എവിടുത്തെ കല്ലാണ്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്തിനാണ് അതിന് മെനക്കെടുന്നത്? ഈ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ ഒരു എയർപോർട്ട് ശബരിമലയിൽ വേണം. ശബരിമല എയർപോർട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നൊരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. LDF സർക്കാർ അതിന് മുൻകൈ എടുത്തു. പാര വെക്കാൻ നടക്കുകയാണ്, എതിർപ്പുമായിട്ട് നടക്കുകയാണ്.
നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇതാണ് സമീപനം. പക്ഷേ ജനങ്ങൾ ആ സമീപനത്തിലല്ല. ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ എതിർപ്പ് രേഖപ്പെടുത്തിയവരുണ്ടല്ലോ. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വന്നപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതിന് മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നല്ലാതെ വേറെ മാർഗമില്ലല്ലോ. എന്ന് വെച്ച് റോഡ് വികസിക്കാതിരിക്കാൻ പറ്റുമോ? ആ നഷ്ടപരിഹാരം വലിയ തോതിലല്ലേ നൽകുന്നത്. ഏത് വികസന പരിപാടിയുടെ ഘട്ടത്തിലും ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരവും പുനരധിവാസവും ഫലപ്രദമായ രീതിയിലാണ് നടക്കുന്നത്. ആരെയും കണ്ണീർ കുടിപ്പിക്കാനല്ല സർക്കാർ നിലകൊള്ളുന്നത്. ഫലപ്രദമായ പുനരധിവാസം, അതിനുതകുന്ന നടപടികൾ ഇതിനകം തന്നെ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ മുഖച്ഛായയല്ലേ മാറുക. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ പൂർണ്ണമായ തോതിൽ വരുന്നു. ഈ പറയുന്ന അർദ്ധ അതിവേഗ റെയിൽ പൂർണ്ണതയിലെത്തുന്നു. കോവളത്ത് നിന്ന് ബേക്കലിലേക്ക് ജലപാത നല്ല രീതിയിൽ വരുന്നു. തീരദേശത്ത് ഒരു ഹൈവേ വരുന്നു. മലയോരത്ത് മറ്റൊരു ഹൈവേ വരുന്നു. കേരളത്തിന്റെ മുഖമല്ലേ മാറുക. അപ്പൊ യാത്രാ സൗകര്യം വർദ്ധിക്കുമ്പോൾ അതിന്റെ ഭാഗമായി വരുന്ന വികസനമില്ലേ, സ്വാഭാവികല്ലേ അത്. പഴയ കാലത്ത് ഈ കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറായി വന്ന ചിലരുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അവർ നിക്ഷേപം നടത്തേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ്. നേരെ തിരിച്ചു വന്ന് അതേ വേറെ ഫ്ലൈറ്റ് കയറി വേറെ സംസ്ഥാനത്ത് പോയി അവിടെ നിക്ഷേപം നടത്തുകയാണ്. കാരണം യാത്രാ സൗകര്യത്തിൻ്റെ വിഷമം. ഇതൊക്കെ അനുഭവിച്ച നാടാണ് കേരളം. അപ്പോൾ നാടിനെ പിറകോട്ട് നയിക്കാനല്ല ഇത്തരം ശക്തികൾ ശ്രമിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ കൂടിയൊന്നും ജനങ്ങൾ നിൽക്കുന്നില്ല. ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെ തങ്ങളുടെ കൂടെ നിർത്താം എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത. അതിനിപ്പോ ലീഗ് കണ്ടെത്തിയൊരു മാർഗമുണ്ട്. ലീഗ് ഇപ്പോ സാധാരണ UDF രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വർഗീയ വികാരം ഇളക്കിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ലീഗ് എല്ലാ കാലത്തും ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പഴയ കാലമല്ല ഇത്. പഴയ കാലത്ത് ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പ. ഒരുപാട് അനുഭവം നമുക്കുണ്ടല്ലോ. പണ്ടൊരു നിസ്കാരപ്പായയുടെ കഥ പറഞ്ഞിരുന്നില്ലേ? അവിടെ നടക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീയുടെ നേരെ നടത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ നിസ്കാരപ്പായ എന്ന് വലിച്ചിട്ടാണ് ചെയ്തതെന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ നാട് മറന്നിട്ടില്ലല്ലോ ഇപ്പോൾ. അതിന്റെ പിന്നാലെ കൊലയും നടന്നല്ലോ. നാട് മുഴുവൻ നിസ്കാരപ്പായ പ്രചരണമായിരുന്നല്ലോ. അവസാനം ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. ആ സഹോദരി തന്നെ പറഞ്ഞു എല്ലാം പച്ചക്കള്ളായിരുന്നു, എല്ലാം ലീഗ് കെട്ടിച്ചമച്ചതായിരുന്നു. എന്തെല്ലാം സംഭവങ്ങൾ ആ തരത്തിലുള്ളത്. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ 4 വോട്ട് സമ്പാദിക്കാൻ വേണ്ടി കള്ളങ്ങൾ പടച്ചുവിടുന്ന രീതി ലീഗിന് നേരത്തെയുണ്ട്.
ഇപ്പൊ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, ലീഗിന്റെ അണികൾക്കും കാര്യങ്ങൾ മനസ്സിലായി, സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കും. അതിന്റെ ഭാഗമായി പഴയ നിലയല്ല കേരളത്തിൽ. ഇപ്പോ ലീഗിനെ കുറിച്ച് ഇവിടെ പാർട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, അതിപ്പോ ലീഗിന്റെ നേതാക്കന്മാർക്ക് വല്ലാത്ത ഹാലിളക്കം ഉണ്ടാക്കിയിരിക്കുക. എന്തേ അങ്ങനെ ചോദിക്കാൻ ഇടയാക്കിയത്? നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല ഒരു മതസംഘടനയാണോ എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. മതസംഘടനയുടെ ചുമതല മാത്രം നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാകാൻ പറ്റുമോ? ഇപ്പൊ മുസ്ലിം വിഭാഗത്തില് നല്ല അംഗീകാരമുള്ള മതസംഘടനകളുണ്ട്. ഇവിടെ സുന്നി വിഭാഗത്തില് ആദരണീയരായ ജിഫ്രി തങ്ങളും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും നേതൃത്വം കൊടുക്കുന്ന 2 സംഘടനകൾ. അതേപോലെ തന്നെ മുജാഹിദ് പോലുള്ള വേറെ ചില സംഘടനകൾ. ഇതില് ഈ പറയുന്ന പ്രശ്നം വന്നപ്പോ, വഖഫ് ബോർഡിന്റെ പ്രശ്നം വന്നപ്പോ, നിയമന പ്രശ്നം വന്നപ്പോ, ഈ പറയുന്ന 2 സംഘടനയുടെ പ്രധാന 2 സംഘടനകളുടെ നേതാക്കളും ഗവൺമെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ ഒരു വിഭാഗവും വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെയാണല്ലോ മതസംഘടനകൾ. ഞങ്ങൾ അവരോട് പറഞ്ഞ കാര്യം എന്താ? ഞങ്ങൾ അവരോട് പറഞ്ഞ കാര്യം, സർക്കാരിന് ഇതിൽ വാശിയൊന്നുമില്ല. ഇത് സർക്കാരല്ല തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ചത് വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുന്ന നിലയാണ് വന്നത്. ആ വഖഫ് ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമവും മറ്റും വന്നത്. ഞങ്ങൾക്കിതിൽ പ്രത്യേക വാശിയൊന്നുമില്ല. എന്ത് വേണം? നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യുന്നത് വരെ ഇപ്പൊ ഉള്ള സ്ഥിതി തുടരും. ഇപ്പോ ധൃതിപ്പെട്ട് PSC നിയമനം എന്ന നിലപാടല്ല എടുക്കുക. ഇപ്പോൾ ഉള്ള സ്ഥിതി തുടരും. എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് നമുക്കൊരു തീരുമാനത്തിലെത്താം. അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് സർക്കാരിന്റെ വാക്ക് വിശ്വാസമാണ്. ഇവർക്ക് വിശ്വാസമല്ല. എന്തേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതിരുന്നത്? അത് നിങ്ങളുടെ മാനസികാവസ്ഥ കാരണമാണ്. നിങ്ങൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതൊരായുധമാക്കാൻ പറ്റുമെന്നാണ് നോക്കിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ തീരെ ആളില്ലാത്തൊരു പാർട്ടിയല്ലല്ലോ. അവരുടെ നേതൃത്വം എല്ലാ പ്രാദേശിക തലത്തിലും വിളിച്ചു പറഞ്ഞ് ആ തരത്തിൽ സംഘടിച്ചാണ് കോഴിക്കോട് ആളെ എത്തിച്ചത്. അത് ലീഗിന് കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ അത് കണ്ട് അതാണ് മുസ്ലിം വികാരം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ ഓർത്തോളണം. നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കത് കഴിയുന്നുണ്ടാവും.
നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്തോ. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അതാരും വിലവെക്കാൻ പോകുന്നില്ല, അതേ ഉള്ളൂ. നിങ്ങൾ രാഷ്ട്രീയമായി എടുക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി എടുക്കുന്നതാണ് എന്ന തിരിച്ചറിവ് മുസ്ലിം വിഭാഗത്തിന് പൊതുവേ ഉണ്ട്. അതിന് കാരണം ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാട് ഓരോ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമപ്രശ്നം വന്നപ്പോ ആദ്യത്തെ ശബ്ദം കേരളത്തിൻ്റെതായിരുന്നു. ഏത് വർഗീയ പ്രശ്നം വരുമ്പോഴും ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആദ്യം ഉയരുന്ന ശബ്ദം കേരളത്തിന്റെ തന്നെയാണ്. അത് മറക്കണ്ട. ആ വ്യത്യാസമുണ്ട്. അത് ഹൃദയം തൊട്ടറിഞ്ഞവരാണ് കേരളത്തിലെ മുസ്ലിം സഹോദരീ സഹോദരന്മാർ. പഴയ കാലം പോലെ നിങ്ങൾ പറയുന്നതെല്ലാം അപ്പടി അങ്ങ് വിഴുങ്ങുകയല്ല. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ത്രാണിയുണ്ട്. ആ ത്രാണി മുസ്ലിം സഹോദരീ സഹോദരന്മാർക്കും ഉണ്ട്. നിങ്ങൾ അത് കുറച്ച് കാണണ്ട. നിങ്ങളെ കാലിന്റെ അടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നതിന് മറ്റു മാർഗങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നേരെയുള്ള ശുദ്ധമായ നിലപാട് സ്വീകരിച്ചു പോകണം. കാപട്യവും കൊണ്ട് നടക്കരുത്. അതാണ് ആദ്യം വേണ്ടത്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ആവർത്തിക്കുന്നു. മുസ്ലിമിന്റെ അട്ടിപ്പേർ അവകാശം നിങ്ങളിലല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെ ഒരു ധാരണയും ഞങ്ങൾക്കില്ല. ഞങ്ങളും നിങ്ങളും LDF-ഉം UDF-ഉം നോക്കണം എത്രയാണ് വ്യത്യാസമെന്ന്. സാധാരണ സംഘപരിവാറുകാരെ മുസ്ലിം ജനവിഭാഗത്തിന്റെ സ്വാധീന കേന്ദ്രമെന്ന നിലക്ക് മലപ്പുറത്തെയാണല്ലോ ചില ഘട്ടങ്ങളിൽ ആക്ഷേപിക്കാറുള്ളത്. ആ മലപ്പുറം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്ക്. കാലിനടിയിലെ മണ്ണ് മെല്ലെ മെല്ലെ ഒഴുകി ഒഴുകി പോവുകയാണ്. അത് നിങ്ങളിലുള്ള വിശ്വാസ്യത കുറവാണ്. നിങ്ങൾ സ്വീകരിച്ച നടപടികളെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയാൻ പോകുന്നില്ല. എണ്ണി എണ്ണി പറയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം എവിടെയാണ് എത്തുന്നത്? ഈ കേരളം കണ്ടല്ലോ. കോഴിക്കോട് വേദിയില് ലീഗിന്റെ എല്ലാ നേതാക്കളും ഇരുന്നു കൊണ്ട് നിങ്ങളെ ആ ശരിയായ സംസ്കാരം നിങ്ങളുടെ പാസികന്മാരുടെ നാക്കിൻ തുമ്പിലൂടെ വരുന്നത് കണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വലിയ അസഹിഷ്ണുത? വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് മരണപ്പെട്ടുപോയ ആ പാവപ്പെട്ട എൻ്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത്? അദ്ദേഹം എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു? അദ്ദേഹം ചെത്തുകാരനായതാണോ തെറ്റ്? ഞാൻ ഇതിനു മുൻപ് പല വേദികളിൽ പറഞ്ഞതല്ലേ, ആ ചെത്തുകാരന്റെ മകനായ വിജയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത്? ചെത്തുകാരന്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത? നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു. ഓരോരുത്തർ കണ്ടു ശീലിച്ച കാര്യങ്ങൾ വെച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ. പിന്നെ അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയണം കേട്ടോ. ആദ്യം അതാണ് വേണ്ടത്. കുടുംബത്തിൽ നിന്ന് സംസ്കാരം തുടങ്ങണം. ആ പറഞ്ഞയാൾക്ക് അതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകര് ആലോചിച്ചാൽ മതി. അത്രയേ എനിക്ക് പറയാൻ.
നിങ്ങളെ ഈ വിരട്ടൽ കൊണ്ടൊന്നും കാര്യങ്ങൾ നേടിക്കളിയാമെന്നൊരു ധാരണ വേണ്ട. ഞങ്ങൾ തുറന്ന മനസ്സോടെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിൽ ഞങ്ങളുടെ സമീപനം ഇതാണ്, ഞങ്ങൾക്കതിൽ വാശിയില്ല, നമുക്കെല്ലാവർക്കും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം, പൊതുവെ ഒരു തീരുമാനമെടുക്കാം, ആ തീരുമാനമെടുക്കുന്നത് വരെ ഇപ്പോൾ ഉള്ള അതേ നില തുടരും, മറ്റേ കാര്യം നടപ്പാക്കുന്നില്ല. ഇതിൽ പരം ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പറയുന്നു ഈ വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾ ആരോടൊക്കെ പറഞ്ഞോ അവരൊക്കെ പറയുന്നു ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ആണ്, ഞങ്ങൾക്കത് മതി. നിങ്ങളെ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നിങ്ങളുടെ അണികളടക്കമുള്ള സാധാരണ മുസ്ലിം ബഹുജനങ്ങള്, സഹോദരി സഹോദരന്മാര്, നാട് ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ധാരണ. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മുടെ നാടിൻ്റെ ഇത്തരമൊരവസ്ഥയിൽ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് രാഷ്ട്രീയ ശത്രുക്കൾ ശ്രമിക്കുന്നത്. എന്നാൽ ആ എതിർപ്പുകൾ ഉയർത്താൻ നോക്കുമ്പോഴൊക്കെ നാടും നാട്ടുകാരും നമ്മോടൊപ്പമാണ്. ഈ ധാരണ നമ്മുടെ സഖാക്കൾക്കും പ്രവർത്തകർക്കും വേണം. ഈ എതിർപ്പുകൾ കണ്ട് അതിൽ പ്രകോപിതരാകരുത്. നാടും നാട്ടുകാരും വിശ്വാസപൂർവം നമ്മളെ നോക്കുകയാണ്. അവരെ കൂടുതൽ വിനയാന്വിതരായി സേവിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരെ വിശ്വസിക്കുക, ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ CPIM എന്ന പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റ പാർട്ടിയാക്കി മാറ്റുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. അടുത്തതായി ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഒരു പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സഖാവ് കോടിയേരി നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ചിന്ത പബ്ലിഷേഴ്സ് രേവതി ലോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയും ഫിലിം മേക്കറും രാഷ്ട്രീയ കലാപങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കും കീഴാള ജനതക്കും ഒക്കെ എതിരെ നടന്ന അക്രമങ്ങളെക്കുറിച്ചെല്ലാം ഗവേഷണം നടത്തി പ്രസിദ്ധീകരിച്ച